ആബിദ് ഹുസൈൻ തങ്ങൾ ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ. ജംഷീർ ഒന്ന് തുടരൂ. ആബിദ് ഹുസൈൻ തങ്ങൾ, ഈ വലിയൊരു അപകടത്തിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഭാഗ്യത്തിന് ഒരാളുടെ മരണം ആണിപ്പോൾ സ്ഥിരീകരിക്കപ്പെടുന്നത്. എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചതെന്ന് മനസ്സിലാക്കുന്നത്? ഈ പരിക്കേറ്റവരെ വേഗത്തിൽ ആശുപത്രിയിലേക്ക് മാറ്റാൻ കഴിഞ്ഞിരുന്നോ? പെട്ടെന്ന് രക്ഷാപ്രവർത്തനം നടത്തിയിട്ടുണ്ട്. ആളുകളെയൊക്കെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവിടെ ഹിൽഫോർഡ് ഹോസ്പിറ്റലും താലൂക്ക് ആശുപത്രിയും ഒക്കെ മാറ്റിയിട്ടുണ്ട്. ഒരാളാണ് മരണപ്പെട്ടത്. ബാക്കി ആളുകൾക്ക് പരിക്ക് ഗുരുതരമാണെന്ന് പറയുന്നവരുണ്ട്. എന്തായാലും പിന്നെ അത് നോക്കിയിട്ടേ പറയാൻ കഴിയുള്ളൂ. പെട്ടെന്ന് പറയാൻ കഴിയില്ല. ഞാൻ അങ്ങോട്ട് എത്തുന്നുള്ളൂ. തൃശ്ശൂരാണുള്ളത്. പിന്നെ ഇത് ബസിന്റെ ഒരു ഓവർ സ്പീഡ് സ്വാഭാവികമാണ്. ഹൈവേയിലാണല്ലോ. പക്ഷെ അവിടെയുള്ള പ്രശ്നം ഡിവൈഡറിൽ തട്ടിയാണ് മറിഞ്ഞു തോന്നുന്നു അല്ലേ? അല്ല, മൂന്ന് ലൈനുണ്ട് അവിടെ. 3 ലൈൻ കൂടിയാണ് ബസ് വന്നുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്നത് പാലത്തിന്റെ അടുത്തേക്ക് എത്തുമ്പോൾ 2 ലൈനായി മാറുകയാണ്. സർവീസ് റോഡ് അതിന്റെ ഭാഗത്തൂടെ സൈഡിലൂടെ വരും ചെയ്യാണ്. അപ്പം അതിന്റെ ഒരു പെട്ടെന്നുള്ള എന്നാളിപ്പോൾ ഉണ്ടായ ഒരു കാര്യമായിരിക്കാം അങ്ങനെ പെട്ടെന്ന് ഒരു അപകടം ഉണ്ടായത്. എന്തായാലും വലിയ രക്ഷാപ്രവർത്തനം നടക്കുന്നു. ചിലപ്പോൾ എല്ലാവർക്കും എന്തായാലും ചെയ്യേണ്ടതെല്ലാം അവിടെ പിന്നെ സ്ഥലത്തില്ലെങ്കിൽ കൂടി ചെയ്തിട്ടുണ്ടല്ലേ? ശരി ശരി, താങ്ക് യു. ആബിദ് ഹുസൈൻ താങ്കൾ കോട്ടക്കൽ MLA ആണ് ഇപ്പോൾ നമ്മോട് സംസാരിച്ചത്. ജംഷീർ കൊടിഞ്ഞ് തുടരുന്നുണ്ട്. ജംഷീർ, ആ നിർത്തിയിട്ടിരുന്ന കാറിൽ ആരും ഉണ്ടായിരുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ വിവരം നേരത്തെ ജംഷീർ തന്നെ നൽകിയല്ലോ. ഇപ്പോൾ ആ സീറ്റിംഗ് കപ്പാസിറ്റി സീറ്റിംഗിലൂടെ ഉണ്ടായിരുന്നുള്ള ബസ്സിലെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഒരു വലിയ അപകടത്തിലേക്ക് ഇത് വഴിമാറുമായിരുന്നു. ഞായറാഴ്ചയാണ്, ഒരു പക്ഷേ ഓഫീസ് ഡേ ഒക്കെ ആയിരുന്നെങ്കിൽ, വർക്കിംഗ് ഡേ ആയിരുന്നെങ്കിൽ കുറെ കൂടി ഈ സമയം ബസ്സിൽ ആളുകൾ ഉണ്ടാകും. അപ്പോൾ ഒരു വലിയ അപകടം വഴിമാറിയതിന് ആശ്വാസം കൂടി ഉണ്ടല്ലേ ജംഷീർ? തീർച്ചയായിട്ടും. അതായത് ബസ്സിനകത്ത് സീറ്റുകൾ മാത്രമാണ് ആളുകൾ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് രക്ഷപ്പെട്ട യാത്രക്കാരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ ബസ്സിനകത്ത് നമുക്ക് കാണാം ആളുകളുടെ ചെരുപ്പും മറ്റും ഒക്കെ അതിനകത്ത് ദൃശ്യങ്ങളിൽ നമുക്ക് കാണാവുന്നതാണ്. വളരെ ഭീകരമായിട്ടുള്ളൊരു അപകടം തന്നെയാണ് സംഭവിച്ചത്. പക്ഷേ ഈ സിറ്റിംഗ്സിലുള്ള ആളുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. 20 പേർക്ക് പരിക്കേറ്റതിൽ 3 പേരുടെ നില അല്പം ഗുരുതരമാണ്. അതിൽ ഒരാൾ അവസാനം പുറത്തെടുത്ത ആൾ അതിനകത്ത് കുടുങ്ങിക്കിടക്കുകയായിരുന്നു. അദ്ദേഹത്തെ ഇപ്പോൾ അല്പം മുമ്പാണ് ഇവിടുന്ന് പുറത്തെടുത്ത് കൊണ്ടുപോയിട്ടുള്ളത്. 3 പേരെ കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിലേക്കാണ് മാറ്റിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഈ സംഭവ സ്ഥലത്ത് ഉള്ള ആളുകൾ ഈ സ്പീഡിലായിരുന്നു ബസ് സ്പീഡിലാണെന്ന് നമുക്കറിയത്തില്ല. പക്ഷെ ഇവിടുത്തെ സ്ഥിതി വെച്ച് നോക്കുകയാണെങ്കിൽ ബസ് സ്ലോ ആയിട്ട് വരേണ്ട കേസാണ്. കാരണം വെച്ചാൽ ആ സർവീസ് റോഡ് അവിടെ പ്രത്യേകിച്ച് ഈ സർവീസ് റോഡിൽ നിന്ന് ചെറിയ ഇറക്കും കയറ്റം പോലെ നടന്ന സ്ഥലമാണ്. പിന്നെ ചെറിയ സ്ലോ ആണ് ഈ സർവീസ് റോഡ്. അപ്പോൾ അത് ഈ പ്രദേശത്തെ സ്ഥിതി ഘടന വെച്ച് നോക്കുകയാണെങ്കിൽ അവിടെ മഴ പെയ്ത് കഴിഞ്ഞാൽ വളരെ ഈ ബൈക്കേറ്റ് വരുമ്പോൾ നമുക്ക് പേടിയാവും. കാരണം മാർബിൾ പോലെ ഇങ്ങനെ കണ്ണാടി പോലെ നിൽക്കുന്ന സമ്പ്രദായമാണ്. പിന്നെ മാത്രമല്ല വെള്ളം നല്ല വരുന്നുണ്ട് ഈ സർവീസ് റോഡിൽ. അപ്പോൾ ഈ മാത്രമല്ല ഈ വളാഞ്ചേരി ഭാഗത്തും പെരുന്തൽമണ്ണ ഭാഗത്തും വരുന്ന ബസ്സുകളൊക്കെ ഈ സൈഡിൽ കൂടെയാണ് വരുന്നത് സർവീസ് റോഡ്. പിന്നെ നമുക്ക് ഇവിടുന്ന് പിന്നെ വരുമ്പോൾ ലിമിറ്റഡ് സ്റ്റോപ്പും കാര്യങ്ങളൊക്കെ നല്ല ഈ സൈഡിൽ കൂടെ വരാം. അപ്പോൾ നമുക്ക് ബൈക്കേറ്റ് വരുമ്പോൾ തന്നെ ഇവിടെ ഭയങ്കര തണുപ്പ്, മഴ പെയ്യുമ്പോൾ പ്രത്യേകിച്ചും. അപ്പോൾ ഈ മാത്രമല്ല ഇതിന് മുമ്പ് ഇവിടെ ആക്സിഡൻറ്റ് ഒരുപാട് കഴിഞ്ഞതാണ്. ലോറി 2 പ്രാവശ്യങ്ങളായിട്ട് ലോറിയും മറ്റേ ചെറുവണ്ടികളൊക്കെ കൂട്ടിമുട്ടിയിട്ട് 2 തവണ ഒരാഴ്ച വ്യത്യാസത്തിൽ 2 തവണ ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ട്. പിന്നെ അതിന് മുമ്പ് തന്നെ 1 വർഷം മുമ്പേ തൊട്ടപ്പുറത്ത് ആ താലൂക്ക് ഹോസ്പിറ്റലിൻ്റെ അവിടെ ആയിട്ട് ഒരു ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് കീഴായി മറിഞ്ഞ് ഒരുപാട് പേർക്ക് പരിക്കും കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട്. എന്നിട്ടും നമ്മുടെ നാട്ടിൽ ഈ നിയമങ്ങളോ കാര്യങ്ങളൊന്നും കാര്യമായിട്ട് ഒരു കവനിക്കുന്നില്ല എന്നൊക്കെ തോന്നുന്നത്. സമ്പ്രദായം മാറണം. നേരത്തെയും ഇവിടെ അപകടം ഉണ്ടായിട്ടുള്ളത് എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇപ്പോൾ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ ഈ ബസ്സിന്റെ അപകടം നടന്ന സ്ഥലത്ത് വെള്ളം അടിച്ച് വൃത്തിയാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. ഇവിടെ നിന്നാണ് ഈ ബസ് വരുന്നത്. നമുക്കറിയാം ഇവിടെ ഒരു സർവീസ് റോഡുണ്ട്. ഈ സർവീസ് റോഡിൽ നിന്ന് മറ്റു ഭാഗങ്ങളിൽ നിന്നൊക്കെ വാഹനങ്ങൾ വരുന്നത് ഈ സർവീസ് റോഡിലൂടെയാണ് ഇങ്ങോട്ടേക്ക് കയറുന്നത്. പക്ഷേ അമിത വേഗതയിൽ ആണ് ഈ ബസ് എന്നാണ് നാട്ടുകാർ പറയുന്നത്. തൃശ്ശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്നു ഈ ബസ് എന്നുള്ളതാണ്. ഏതായാലും ഗുരുതരമായിട്ടുള്ള ഒരു അപകടം തന്നെയാണ് സംഭവിച്ചത്. ഈ ഡിവൈഡറിൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഡിവൈഡറിലാണ് ബസ് ഇടിച്ചത്. ബസ് ഇടിച്ചതിന് ശേഷം തല കീഴായി ഈ ഡിവൈഡറിന് മുകളിലേക്ക്, അതായത് ഈ ഡിവൈഡറിന്റെ ഒരു ഭാഗത്തേക്ക് 2 സൈഡിലേക്കായി ബസ് തല കീഴായി മറിയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ആ ബസ്സിലുണ്ടായിരുന്ന ആളുകളെ ആദ്യം രക്ഷാപ്രവർത്തനത്തിലെത്തിയ ആളുകൾ പരമാവധി ആളുകളെ പുറത്തെടുത്തു. പക്ഷേ ഈ തല കീഴായി മറിഞ്ഞതുകൊണ്ട് തന്നെ ഗുരുതരമായ പരിക്ക് പലർക്കും സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ ഒരു മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. ഒരാൾ ഇതിനകത്ത് കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്.
അദ്ദേഹത്തെ ഏറെ പണിപ്പെട്ടാണ് ഫയർഫോഴ്സും പോലീസും ഒക്കെ എത്തി ഏറെ പണിപ്പെട്ടാണ് അദ്ദേഹത്തെ പുറത്തെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും പരിക്കേറ്റവരെ ഇപ്പോൾ വിവിധ ആശുപത്രികളിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഗതാഗത തടസ്സം നേരിടുന്നുണ്ട്. അത് നീക്കാനുള്ള ശ്രമങ്ങൾ പോലീസിൻ്റെയും സന്നദ്ധ പ്രവർത്തകരുടെയും ഒക്കെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും വലിയൊരു അപകടം തന്നെയാണ് ഇന്നിപ്പോൾ കുറ്റിപ്പുറത്ത് സംഭവിച്ചിരിക്കുന്നത്. മറ്റു വാഹനങ്ങളിൽ ചെന്നിടിക്കാത്തത് കൊണ്ടാൽ വലിയ ഒരു ദുരന്തം ഒഴിവായി എന്ന് പറയാം.